أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يفعل الله بعذابكم إن شكرتم وآمنتم وكان الله شاكرا عليما. لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما. إن تبدوا خيرا أو تخفوه أو تعفوا عن سوء. إن تبدوا خيرا أو تخفوه أو تعفوا عن سوء فإن الله كان عفوا قديرا. അപ്പോൾ 3 ആയത്താണ് നമ്മൾ വായിച്ചത്. പിന്നെ അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം, ആ കാരുണ്യം, അത് നമുക്ക് വിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും എന്ന് പറഞ്ഞ സൂറത്തുൻ നിസായിൽ തന്നെ തുടക്കത്തിൽ അനന്തരാവകാശങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ വായിച്ചതാണത്. അവിടെ അള്ളാഹു സ്വന്തം മക്കളോട് നമ്മൾ ചെയ്യേണ്ട കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അവരെ ഒന്നുമില്ലാത്തവരായിക്കൊണ്ട് വിട്ടേച്ച് പോരാതെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ അള്ള പറയണം. അവിടെ പിന്നെ തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു മാതാവിനും പിതാവിനും ഉള്ളതിനേക്കാളും സ്നേഹം അള്ളാഹുവിന് നമ്മളോടുണ്ട് എന്നാണ്. അതായത് വാപ്പാനോടും ഉമ്മാനോട് പറയണത് എന്ത്? കുട്ടികളങ്ങൾ എന്ത് ചെയ്യരുത്, കഷ്ടപ്പെടുത്തരുത് എന്ന് വാപ്പാനോടും ഉമ്മാനോടും അള്ള പറയുമ്പോൾ സ്വന്തം മക്കളോട് നമുക്കുള്ള സ്നേഹത്തെക്കാളും സ്നേഹം അള്ളാഹുവിനുണ്ട് എന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യതയൊക്കെ പറയണത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇവിടെ അള്ളാഹു നമ്മളോട് പറയുന്ന വളരെ വലിയൊരു സമാധാനമുള്ളൊരു വർത്താനാണ് ഈ 147 നിങ്ങൾ ഈമാനുള്ളവരും നിങ്ങൾ നന്ദിയുള്ളവരും നിങ്ങൾ എന്തിനാ ഞാൻ ശിക്ഷിക്കേണ്ട കാര്യം? നിങ്ങൾക്ക് വിശ്വാസവും നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾ നന്ദിയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കേണ്ട കാര്യം എന്താണ് എനിക്ക്? മനസ്സിലായി? നമ്മളിപ്പോൾ ഒരാളുടെ ഒരു പ്രതികാരമോ പ്രതിഷേധമോ കാണിക്കുമ്പോൾ, നമ്മൾ ഉപദ്രവിച്ച ആളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ അമ്മക്കൊരു ത്രില്ലും ഒരു സമാധാനം ഉണ്ടാവും. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹ്ക്ക് എന്ത് കിട്ടാനാ? എനിക്കെന്തൊരു പ്രയോജനമാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ടുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതൊരു വല്ലാത്ത ചോദ്യമാണല്ലോ. അപ്പൊ അള്ളാഹു എങ്ങനെയെങ്കിലും അഫ്വ് തന്ന് വിട്ടുവീഴ്ച തന്ന് നമ്മളൊന്നും നരകത്തിലിടാതിരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ സ്നേഹം. അപ്പൊ അള്ളാഹിന്റെ ശിക്ഷ നമുക്ക് വരാതിരിക്കാൻ 2 വഴിയാണ് അള്ളാഹ് പറയണത്. അള്ളാഹിന്റെ ശിക്ഷ നമുക്ക് വരാതിരിക്കാൻ 2 മാർഗം പറഞ്ഞു. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യാം, ഈമാനുള്ളവരാകുക, വിശ്വസിക്കുക എന്നുള്ളത്. അള്ളാഹുവിലുള്ള ആ ഈമാൻ അതെത്രമാത്രം ശക്തവും എത്രമാത്രം ഉണ്ടോ അത് നമ്മളെ ശിക്ഷയെ പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് നന്ദിയാണ്. അള്ളാഹുവിന് നമ്മൾ എന്ത് ചെയ്യുക, നന്ദി ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന് നന്ദികേട് കാണിക്കുക. അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു തെറ്റ് നമ്മൾ ചെയ്താലും അത് നന്ദികേടാണ്. മനസ്സിലായില്ലേ? എല്ലാം നമുക്ക് ചെയ്തു തരുന്ന പടച്ചോൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് എന്ന് പറയാം, അല്ലെ? എല്ലാം ചെയ്തു തരുന്ന പടച്ചോൻ ചെയ്യണ്ട എന്ന് പറയുന്നത് തെറ്റ് അറിയാം. അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാം ചെയ്തു തന്ന അള്ളാഹുവോട് നമ്മൾ കാണിക്കുന്ന നന്ദികേടാണ്. പിന്നെ നമുക്ക് ദ്രോഹമാണ് ഒരു തെറ്റിലൂടെ ചെയ്യുന്നത്. നമ്മളെ ദ്രോഹിക്കുക എന്നുള്ളതും അള്ളാഹു നമുക്ക് തന്ന ശരീരം, നമുക്ക് തന്ന ജീവിതം, അതിനോടുള്ള നമ്മുടെ നന്ദികേടാണ്. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നന്ദിയാണ് ചെയ്തത്. ഇമ്മാ ഷാക്കിറൻ ഇമ്മാ കഫൂറ. എന്ത് ചെയ്യുമ്പോഴും ഒന്നില്ലെങ്കിൽ നന്ദിയാണ്, അല്ലെങ്കിൽ എന്താണ്, നന്ദികേടാണ് എന്നാണ് പറയണത്. പിന്നെ മറ്റൊരാശയം ഇതിൽ പറയണത് എന്താ വെച്ചാൽ, എല്ലാ ആളുകളുടെയും സൽപ്പേര് നിലനിൽക്കണം എന്നാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത്, ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഒരാളെയും എന്താകരുത്, സമൂഹത്തിൽ മോശപ്പെട്ടവനായിട്ടോ അപമാനിതനായിട്ടോ കാണണം എന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് എന്താണ് ഉദ്ദേശിക്കണുള്ളൂ, എല്ലാവർക്കും നല്ല പേര് നിലനിൽക്കണം എന്നാണ്.
അതുകൊണ്ട് ഒരാളെ പറ്റി എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അത് വിളിച്ചു പറയരുത് എന്നാണ്. അത് മറ്റിപ്പൊക്കെ നടക്കുന്ന പരിപാടി അതാണല്ലോ. ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ വന്ന സമയത്തൊക്കെ എന്താ വെച്ചാൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളതാണ് മറ്റ്. നമ്മൾ മത്സരം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അത് ഭരണത്തിന് പറ്റുന്ന ആളാരാണ്, നമ്മുടെ രാജ്യത്തിന് പറ്റുന്ന ആരാണെന്നുള്ളതാണ് ചർച്ച വേണ്ടത്. ഭരണ നേട്ടങ്ങളും ഭരണ പരാജയങ്ങളും ഒക്കെ വ്യക്തിഹത്യയാണ്. അത് ഇതിനൊരു ബന്ധമല്ല, യാതൊരു കണക്ഷനും ഇതുമായിട്ടില്ലാത്തതാണ് ആളുകൾ. അപ്പോൾ ആളുകളെ അപമാനിക്കുക, ആളുകളെ വ്യക്തിഹത്യ ചെയ്ത് എല്ലാവരും ചെയ്യണതാണ്, എല്ലാവരും അതിനാണ് മുൻഗണന കൊടുക്കുക. പക്ഷേ ഒരു വ്യക്തിക്ക് സുമഅത്ത്, നല്ല പേര്, അയാൾ നല്ലവനായി അറിയപ്പെട്ടോട്ടെ എന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. അയാളത് തിന്മകൾ ഉണ്ടെങ്കിൽ പോലും അയാൾ നല്ലവനായി അറിയപ്പെട്ടോട്ടെ എന്നാണ്. അതുകൊണ്ട് ഒരാളെ പറ്റിയുള്ള തകരാറുകൾ വിളിച്ചു പറയുക എന്നുള്ളത് ഇസ്ലാമികമായി വളരെ വലിയ തെറ്റാണ്. നമ്മൾ വേറൊരാളുടെക്ക് അപമാനം വരുത്തുന്ന, അയാളെക്കുറിച്ച് ആളുകൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ നമ്മളൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് രഹസ്യമായും പരസ്യമായിട്ടൊക്കെ ചെയ്യാനുള്ള അനുവാദമുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കങ്ങനെ വായിച്ചു പോകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. 147 മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും ഇൻ ശകർത്തും വ ആമൻതും. മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും, നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹു എന്തു ചെയ്യുവാനാണ്. മാ യഫ്അലു, എന്താണ് ചെയ്യാനുള്ളത്. ബി അദാബി, നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്ത് ചെയ്യാനാണെന്നാണ്. അള്ളാഹു എന്താണ് നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രയോജനമുള്ളത്? യാതൊരു പ്രയോജനവും അള്ളാഹുവിനില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യവും അള്ളാഹുവിൻ്റെ സ്നേഹവും എല്ലാം എന്ത് ചെയ്യാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും ശരിയായി നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന ഒരു ചർച്ച ഈ ആയത്തുകൾക്ക് കീഴിൽ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹുവിന് അതിവിശിഷ്ടമായ നാമങ്ങളുണ്ട്. ആ ഓരോ നാമങ്ങളും അറിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെയും ജീവിത കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കാൻ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾക്കും പറ്റുന്നതാണ്. നിങ്ങൾ നന്ദി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? അള്ളാഹു നന്ദിയുള്ളവനാണ് എന്നുള്ളതാണ്. ഷാക്കിർ, അള്ളാഹു നന്ദിയുള്ളവനാണ് എന്ന നാമമാണ്. അള്ളാഹു നന്ദിയുള്ളവനാണെന്ന് പറയുന്ന അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അത് പടച്ചോൻ നമുക്ക് അത് തിരിച്ചു തരാതിരിക്കൂല. അള്ളാഹു എന്തായാലും അതിനൊരു ഫലം നമുക്കുണ്ടാക്കി തരും, ഉറപ്പാണ്. നമ്മൾ വേറെ ആർക്ക് ചെയ്തു കൊടുത്താലും അവർ നമ്മളോട് നന്ദി കാണിക്കുന്ന നമുക്ക് ഉറപ്പറയാൻ പറ്റില്ല. പക്ഷെ അള്ളാഹ് അതൊരു നാമവിശേഷണമായി സ്വീകരിച്ചതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫലമുണ്ടാകുമെന്നുറപ്പാണ്. അത് നമുക്ക് എങ്ങനെ കിട്ടിയത്? അള്ളാഹ്ക്ക് ഷാക്കിർ എന്നൊരു നാമമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അതാണ് അള്ളാഹിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിച്ചാൽ കിട്ടുന്നത്. അലീമ എന്ന് പറഞ്ഞാലോ, അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്ന് അറിയുമ്പോൾ അർത്ഥം എന്താ അറിയോ? നമ്മളൊരു കാര്യം പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു, എത്രത്തോളം നമ്മൾ ആത്മാർത്ഥത കാണിച്ചു, നമ്മൾ എവിടെ വെച്ച് ചെയ്തു, ഏത് സാഹചര്യങ്ങളിൽ ചെയ്തു എന്നതെല്ലാം മനസ്സിലാക്കുന്നവനാണല്ലോ. അപ്പം അതിനനുസരിച്ച് അള്ളാഹു നമ്മളോട് എന്ത് ചെയ്യും? പ്രതികരിക്കും. അള്ളാഹ് അറിയുമെന്ന് പറയും. അപ്പം അള്ളാഹ് അറിയും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണമാണ് ആ പറഞ്ഞതൊക്കെ. ഇനി നോക്കൂ, യുമാ യഫ്അലുല്ലാഹു ബി അദാബിക്കും, നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹു എന്തു ചെയ്യുവാനാണ്, അല്ലെങ്കിൽ എന്താണ് അള്ളാഹുവിന് അതുകൊണ്ട് പ്രയോജനമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇൻ ശകർത്തും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, ആമൻതും, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്നാണ്. നിങ്ങൾ നന്ദി കാണിക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കേണ്ട ആവശ്യം എന്താണ് അള്ളാഹുവിനുള്ളത് എന്നാണ്. അയ്യു ഷൈഇൻ യഫ്അലു ബി അദാബിക്കും, നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹു എന്തു ചെയ്യാനാണ് എന്നാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നാണ്. ഇൻ ശകർത്തും വ ആമൻതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ. അപ്പോൾ ഓരോ നന്മ മനുഷ്യൻ ചെയ്യുന്ന എന്താണ്? അത് അവൻ്റെ പ്രയോജനത്തിന് വേണ്ടിയാണ്. വലിൽ ആസി ലാ യദുറു ഇല്ലാ നഫ്സ, തെറ്റു ചെയ്യുന്നവൻ അവനെ തന്നെയാണ് ദ്രോഹിക്കുന്നതെന്നാണ്. അതിൻ്റെ ദോഷം അവന് തന്നെയാണ് ഉണ്ടാവുന്നതെന്നാണ്.
അപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന്റെ ദോഷം നമുക്കാണ്, ഒരു നന്മ ചെയ്താൽ അതിന്റെ ഗുണം നമുക്കുള്ളതുപോലെ. ആൾക്കാർ ഒരു കാര്യം അംഗീകരിക്കും, എന്തൊരു, ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്താൽ എനിക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും എന്തില്ല, അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ എന്താ മനുഷ്യന്റെ മനസ്സ്, സാരല്ല, കുഴപ്പമൊന്നുമില്ല എന്നാ പറയണത് തെറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ നല്ലത് ചെയ്യണ സമയത്ത് എന്തുണ്ട്, ഗുണമുണ്ടെന്ന് പറയണ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ദോഷമുണ്ട് എന്ന് എന്താ പറയാത്തതെന്നാണ്. നല്ലത് ചെയ്താൽ ഗുണമുള്ളതുപോലെ തെറ്റ് ചെയ്താൽ എന്തുണ്ട്, ദോഷവുമുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ ദോഷത്തിന്റെ അളവ് എത്രയെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് കിട്ടുന്ന നേട്ടത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അയാൾക്ക് അതുകൊണ്ട് കിട്ടുന്ന നഷ്ടം. അതുകൊണ്ട് കിട്ടുന്ന നഷ്ടം അത്രയും വലുതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു തിന്മ കൊണ്ട് ഒരു ഗുണവും മനുഷ്യനുണ്ടാവണില്ല. ചെറിയൊരു ആസ്വാദനോ സന്തോഷമോ നേട്ടമൊക്കെ കിട്ടിയാൽ പോലും അവൻ എന്താണ്, ആത്യന്തികമായി അവൻ അതിനേക്കാളും വലിയ ദോഷം വരുന്നത് കൊണ്ട് കൂട്ടിക്കിഴിച്ചാൽ എന്തായിരിക്കും, നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരാവുക. പിന്നെ ആമൻതും, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്താണ് കാര്യം. വശുക്ർ ഹുവ ഖുളൂഉൽ ഖൽബ്. എന്താ നന്ദി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അത് ഹൃദയത്തിന്റെ താഴ്മയാണ്. ഇതൊക്കെ തരുന്ന അള്ളാഹുവിനോട് നമുക്കുള്ള ആ ഭവ്യത. അതേപോലെ തന്നെ വഇഅ്തിറാഫു ബിനിഅ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ അംഗീകരിക്കുക. ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ നന്ദി പറയില്ല. നമ്മൾ നന്ദി പറ എപ്പോഴാണ്, ഇത് അള്ളാഹു എനിക്ക് ഔദാര്യമായി തരികയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴേ നമ്മൾ നന്ദി ചെയ്യുള്ളൂ, നന്ദി പ്രവർത്തിക്കുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ നന്ദി പറഞ്ഞാൽ സനാഉൽ ലിസാൻ, അൽഹംദുലില്ലാ എന്ന് നാവ് കൊണ്ട് നമ്മൾ പറയാം. മനസ്സിലായില്ലേ? നന്ദി നമ്മൾ വാക്കുകൊണ്ട് പറയാം. അതേപോലെ തന്നെ അമലുൽ ജവാരിഹി ബിതഅതിഹി. നന്ദി എന്താ, പടച്ചോൻക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെന്തിനാ, അതുകൊണ്ട് ഞാൻ ഇനി രാത്രി ഫുള്ള് കടന്നുറങ്ങാൻ പറ്റൂല, ഇത്രയെങ്കിലും ഞാൻ നിസ്കരിക്കണം. ഉണ്ടോ, ആ പ്രവർത്തനാണ്. പടച്ചോത്തരൊക്കെ അനുഗ്രഹം തന്നില്ലേ, വേദനയൊന്നും ഇല്ലാതെ ഉറങ്ങാൻ അയച്ചില്ലേ പടച്ചോ, അതുകൊണ്ട് മുഴുവൻ കടന്നുറങ്ങാൻ പറ്റൂല, ഒരു 3 റക്അത്ത് വിത്തറെങ്കിലും ഞാൻ നിസ്കരിക്കണം എന്നുള്ളത് അമലും ബിൽ ജവാരിഹാണ്. നമ്മുടെ അവയവങ്ങളെ കൊണ്ട് നാം കാണിക്കുന്ന എന്താണ് അനുസരണമാണ്. അതേപോലെ തന്നെ എന്താണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കാതിരിക്കുക. അള്ള തന്ന കണ്ണുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കാണാതിരിക്കുക. അള്ള തന്ന പണം കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് വാങ്ങിക്കഴിക്കാതിരിക്കുക. അപ്പൊ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അള്ളാഹുവിനെതിരായി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നന്ദി. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്ത് കാര്യമുള്ളത്? എന്തിനാണ് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത്? എൻ്റെ ആവശ്യമില്ല. വക്കാനല്ലാഹു ഷാക്കിറൻ അലീമാ. വക്കാനല്ലാഹു ഷാക്കിറൻ, അള്ളാഹു നന്ദി കാണിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. നോക്കി ഇവിടെ യോജിപ്പിച്ച് പറഞ്ഞു നോക്കി, നിങ്ങൾ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞോടത്താണ് അള്ളാഹ് ഷാക്കിർ എന്ന് പറഞ്ഞു. അള്ളാഹ് ഷാക്കിറാണ് എന്ന് നമ്മൾ അറിവുന്ന എന്താ കിട്ടേണ്ടത്? അള്ളാഹ്ക്കും വേണ്ടി ചെയ്യണത് വെറുതെ ആവൂല. അള്ളാഹ് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഷക്കൂറാണ് അള്ളാഹ്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യും? കണക്കില്ലാതെ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? തരുന്നവനാകുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അപ്പൊ ഈമാൻ വ ശുക്ർ വാഖിയാനി മിൻ അദാബില്ലാ. ഈമാനും നന്ദിയും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രതിരോധിക്കും. വമൻ കാന അക്തറ ഈമാനൻ വ ശുക്രൻ കാന അബ്അദ അൻ ദാലിക്കൽ അദാബ്. എത്രമാത്രം ഒരാൾക്ക് ഈമാനും ശുക്റും വർദ്ധിക്കുന്നുവോ അത്രമാത്രം അയാൾ നരകത്തിൽ നിന്നും എന്ത് ചെയ്യും? വിദൂരനായി തീരുമെന്നാണ്. അള്ളാഹു ഷക്കൂറാണ്. അശ്ശക്കൂർ എന്ന് പറഞ്ഞാൽ ലാ യുളിഉ അജ്റൽ ആമിലീൻ, ഒരാളുടെ പ്രവർത്തനങ്ങളും അള്ളാഹു പാഴാക്കി കഴിയൂല. അലീം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ യൻഖുസു സവാബ ശാക്കിരീൻ, എല്ലാം അറിയുന്നവനായതുകൊണ്ട് നന്ദി ചെയ്തവന്റെ പ്രതിഫലം കുറയില്ല. അവന്റെ നന്ദിക്കനുസരിച്ചുള്ള പ്രതിഫലം തന്നെ കിട്ടും. അവൻ ചെയ്ത നന്ദിയെക്കുറിച്ച് അലീമായതുകൊണ്ട്, എല്ലാം അറിയുന്നത് കൊണ്ട് നന്ദിക്കനുസരിച്ചു കൊണ്ട് തന്നെ അള്ളാഹു എന്ത് ചെയ്യും? പ്രതിഫലം കൊടുക്കും. അതാണ് അലീം എന്ന് അവിടെ പറയാനുള്ള കാരണം. ഇനി അടുത്ത് നോക്കും.
ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ. വാക്കിൽ നിന്നും, വാക്കിൽ നിന്നും തെറ്റായുള്ളതിനെ, തിന്മയായുള്ളതിനെ, അതായത് ചീത്ത വാക്കുകളെ, ജഹ്ർ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലാക്കുക, ഉച്ചത്തിലാക്കുന്നതിനെ, പരസ്യമാക്കുന്നതിനെ ലാ യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. മിനൽ ഖൗൽ എന്ന വാക്കുകളെ, വാക്കിൽ നിന്നും തിന്മയായുള്ളതിനെ ഉച്ചത്തിലാക്കുന്നതിനെ, പരസ്യമാക്കുന്നതിനെ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. വേറെ ഒരാളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, നല്ല പേര് നിലനിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ മനസ്സെപ്പോഴും ഒരാളെ എങ്ങനെ അപമാനിക്കാൻ പറ്റും, അവനെക്കുറിച്ച് എങ്ങനെ അപമതിപ്പുണ്ടാക്കാൻ പറ്റുമെന്നാണ്. ആരൊക്കെങ്കിലും നല്ല പേരും ഒരു അംഗീകാരം നാട്ടിലുണ്ടെങ്കിൽ അത് തുമ്പില്ലാതാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മളെ മനസ്സെപ്പോഴും എന്ത് ചെയ്യുക? ആഗ്രഹിക്കുക. എന്നാൽ ഇസ്ലാം എപ്പോഴും എന്താണ്? ഒരാൾക്ക്. അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ മറ്റൊരാളെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരികയാണെങ്കിൽ അയാളെക്കുറിച്ചൊരു അപമതിപ്പുണ്ടാക്കുന്ന കാര്യം പറയാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ലാ യുഹിബ്ബുല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു കോപിക്കും എന്നതിൻ്റെ ഒരു മറ്റർത്ഥമുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹു എന്ത് ചെയ്യും? അവനോട് കോപിക്കും എന്നാണ്. അതേപോലെ തന്നെ അള്ളാഹു അവനെ ശിക്ഷിക്കും എന്നൊക്കെ അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പൊ എന്താണ് പിന്നെ ചീത്ത വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ആ പറയപ്പെടുന്ന വ്യക്തി അതറിയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് അയാൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് ചെയ്തത് എന്താണ്? തെറ്റാണ്. അയാൾക്ക് ദുഃഖമോ വിഷമമോ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ പറയുന്നതാണ് യഥാർത്ഥത്തിൽ. നമ്മൾ നമീമത്ത് പറയാ, ഒരാളെ അങ്ങനെ അയേഷണി പറയാ, ചീത്ത പറയാ, എല്ലാം അതിൽ ഉൾപ്പെടുന്ന പണത്. എല്ലാ വാക്കുകളും ഷത്മ്, ഖദ്ഫ്, സബ്ബ്, ചീത്ത പറയാ, ആരോപണം പറയാ, ഇതൊന്നും എന്ത് ചെയ്യില്ല, പാടില്ല. അപ്പൊ ഇങ്ങനെയൊന്നും പറയാൻ പറ്റൂല എന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സാധാരണ നമ്മളിപ്പോൾ ഇത് ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയതായിട്ടാണ് പലപ്പോഴും. ഹദീസും ഖുർആനൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ അള്ളാഹു വ്യക്തമായി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പം നമ്മൾ വർത്താനം പറയുമ്പോൾ നല്ലോണം നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ആലോചിച്ചാൽ നമ്മളാരും വലിയ തെറ്റൊന്നും ചെയ്യണില്ല എന്നാണ്. നമ്മൾ വ്യഭിചരിക്കണില്ല, കള്ളുടിക്കണില്ല, അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യണില്ല, മോഷ്ടിക്കണില്ല. അപ്പം നമ്മൾ തെറ്റ് ചെയ്യണില്ല എന്ന് നമ്മൾ വിചാരിക്കണേ. പക്ഷേ തെറ്റുകൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അധികം ആളുകൾ നരകത്തിൽ പോകാനുള്ള തെറ്റെന്താ അറിയോ? നാവാണ്. ഈ നബി നാവ് പിടിച്ച്, ഈ നാവ് കൊണ്ടാണ് ആൾക്കാർ നരകത്തിൽ പോയിട്ട് മുഖം കുത്തി വീണത്. നമ്മൾ തെറ്റ് ചെയ്യണില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്ത് വേണം? നാവുകൊണ്ട് നമ്മൾ നമുക്ക് വിപത്തുണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഉറപ്പാണോ? അപ്പം നമ്മളെല്ലാവരും കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ നമ്മൾ പറയണതിന് എന്ത് അടിസ്ഥാനത്തിലാണ്? കള്ളുടിക്കണില്ല, നമ്മൾ കള്ള് ചാവ് പോകണില്ല, നമ്മൾ വിഭജിക്കണില്ല, നമ്മൾ വേറെ ചെയ്യില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അതൊക്കെ ചെയ്യാതിരിക്കണം ശരി. പക്ഷെ തെറ്റ് നരകത്തിൽ പോവാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? മനുഷ്യന്റെ നാവുകളെ കൊണ്ടുള്ള സംസാരമാണ് എന്നുള്ളതാണ് വസ്തുത. അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എന്നാൽ അത് പറയുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു സൂക്ഷ്മത അതിലെ വാക്കുകളിൽ, ഇല്ലാമൻ ദുലിമ, ആക്രമിക്കപ്പെട്ടവൻ ഒഴികെ എന്നാണ്. ആക്രമിക്കപ്പെട്ടവൻ ഇന്നഹു യജൂസു ലഹു അൻ യദ്ഉ അലാ മൻ ലലമഹു വയസ്തകി മിൻഹു എന്നാണ്. അപ്പം നമ്മൾ ഒരാൾ ഉപദ്രവിച്ചു, ഒരു സ്ത്രീയെ ഒരാൾ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു അനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടിച്ചു, അത് പറയണ്ടേ? ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയണ്ടേ? ഭർത്താവിനോട് പറയണ്ടേ? അല്ലെങ്കിൽ കോടതി പറയണ്ടേ? വക്കീലിനോട് പറയണ്ടേ? ആ പറയുന്നത് ഇതിൽ പെടൂല. പടച്ചോൻ അവിടെ തന്നെ ഒഴിവാക്കി തന്നു. അതാണ് ഖുർആന്റെ പ്രയോഗങ്ങളുടെ സൂക്ഷ്മത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ശരി. അപ്പം അങ്ങനെ എന്താന്ന് തിരിച്ചു വയ്ക്കുമ്പോൾ അതിനുള്ള ഓരോ വകുപ്പ് അതിലെന്തുണ്ടായിരിക്കും? ആ വചനത്തിൽ ഉണ്ടായിരിക്കും. ഇല്ലാമൻ ദുലിമ,
ആക്രമിക്കപ്പെട്ടവരൊഴികെ എന്നാണ്. ആക്രമിക്കപ്പെട്ടവർ തൻ്റെ പരാതി പറയാനും താൻ അക്രമ നീട്ടിനെ കുറിച്ച് പറയാനും അവന് പറ്റും. യജ്ഹറു ബിസ്സൂ ലിമൻ ജഹറ ലഹു ബി. അങ്ങനെ എന്താണ്, നമുക്ക് അത് പരസ്യപ്പെടുത്തേണ്ട ഘട്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പക്ഷെ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ നമ്മൾ ഒരാളെപ്പറ്റി അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പരാതി നമ്മൾ പറയേണ്ടി വന്നു, നിയമപരമായ നീതിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിൻ ഗൈരി ഐ യക്ദിബ അലൈഹി, അവൻ്റെ പേര് കളവ് പറയാൻ പറ്റൂല. നമുക്ക് മൈലേജ് ഇട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? അതിൽക്കൂടി നുണ ഉറച്ച് കൂട്ടാൻ പറ്റൂല. അതേപോലെ വല യസീദ് വല മതിലെത്തി, അവൻ ചെയ്ത അക്രമത്തിലേറെ കൂട്ടി പറയാൻ പറ്റൂല, ചെയ്തതേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലല്ലേ? അതേപോലെ തന്നെ വലായത്ത അദ്ദബിഷത്മി ഗൈറ ദാലിം, എന്താണ്, നമ്മളവനെ ചീത്ത പറയാൻ പാടില്ല, അവനെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയല്ല, നമുക്കത് നമ്മൾ ചെയ്തു, ഇനിയിപ്പോൾ അത് അവിടെ പറഞ്ഞ് ഇനി ഓർക്കൊരു ബുദ്ധിമുട്ട് ഇനി അവിടെ ഉണ്ടാക്കണ്ട എന്ന നിലക്ക് ഒരാളെ അഫൂ ചെയ്യുകയാണെങ്കിലോ അങ്ങനെയും വേണ്ട, അനുവാദമുണ്ട്, എന്നാലും അവൻ്റെ മാനം കളയണ്ടാന്നേറ്റ് നമുക്ക് വിശാലമായി തോന്നുകയാണെങ്കിലോ അതാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്നതിനും. വമൻ അഫാ വാസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അവൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു എന്നാ പറഞ്ഞു. വകാന അല്ലാഹു സമീഅൻ അലീമ. അവിടെ കണ്ടോ, സമീഅൻ അലീമ. നേരത്തെ എന്ത് പറഞ്ഞു? ഷാക്കിറൻ അലീമ. ഇവിടെയൊക്കെ ഈ ആയത്ത് വരുന്നിടത്താണ് ചർച്ച വന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഏത് നാമം നമ്മൾ അറിഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. ഇവിടെ എന്താണ്? വകാന അല്ലാഹു സമീഅൻ അലീമ. എന്താ അറിയുന്ന? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരുത്തനും ഇത്തരം അപരാധങ്ങളോ കാര്യങ്ങളോ വല്ലതും പറയുകയാണെങ്കിൽ നമ്മൾ ഓനോട് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ നിങ്ങൾ പറഞ്ഞു നോക്കോണ്ട്, നിങ്ങൾ അത് നമ്മൾ പറഞ്ഞ അപ്പോൾ ശരിയാണല്ലേ എന്ന് ഞാൻ പറഞ്ഞു സോറി എന്നല്ല പറയാ. അവൻ ആ പറഞ്ഞതിനുള്ള എന്ത് പറയും? ന്യായമാണ് പറയാ. അപ്പം നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അല്ലാഹ് സമീഅാണ്. നമ്മൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ആര് നോക്കും? നമ്മൾ വാദിച്ച് ജയിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറഞ്ഞത് തെറ്റാണോ അല്ലേ എന്ന് ആർക്കറിയും? അള്ളാഹുവിന് അറിയും എന്നുള്ളതാണ്. അതാണ് അലീം എന്ന് പറയുമ്പോൾ. നമ്മൾ പറഞ്ഞതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ഫയസ്മഉ അഖ്വാലക്കും, നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും? അള്ളാഹു കേൾക്കും. അതുകൊണ്ട് ഫഹ്ദറു അൻ തതകല്ലമു ബിമാ യഗ്ളബു റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് കോപിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ജാഗ്രത കാണിക്കണം. വയുആഖിബുക്കും അലാ ദാലിക്, അതിന് നിങ്ങളെ അവൻ ശിക്ഷിക്കുന്നതാണ്. പടച്ചോൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പടച്ചോൻ കേൾക്കുന്നുണ്ട് എന്നല്ല, നമ്മൾ ഈ പറയണത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓൻ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പറയോ? നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ അവനിതൊക്കെ കേൾക്കുന്നുണ്ടാവും എന്ന് ഇത് നമ്മൾ മറ്റോനെ ഇതിനോട് പറയുമ്പോൾ ഓനത് റെക്കോർഡ് ചെയ്തിട്ട് മറ്റോനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയോ? അള്ളാഹു കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധം ഉണ്ടാവുമ്പോൾ നമ്മൾ എത്ര സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു സമീഅാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതേപോലെ തന്നെ എന്തുണ്ട്? അള്ളാഹ് കേൾക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് പറയണ്ടെന്ന് മാത്രമല്ല, തർഗീബുൻ അലാ ഖൗലിൽ ഹസൻ, നല്ല വാക്ക് പറയാനുള്ള പ്രോത്സാഹനങ്ങളുണ്ട്. അള്ളാഹ് കേൾക്കുമല്ലോ. അപ്പം എന്നൊരു സുബ്ഹാനല്ലാഹ് പറയാ, ഒരു അൽഹംദുലില്ലാഹ് പറയാ, ആൾക്കാർക്ക് ഉപകാരമുള്ളൊരു വർത്താനം പറയാ, ഓരോരുത്തരും മനസ്സമാധാനം കിട്ടുന്നൊരു വർത്താനം പറയാ, അള്ളതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നത് മനുഷ്യന് നല്ലത് പറയാൻ കൂടെ എന്താണ്? പ്രചോദനവും പ്രേരണയുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വകാന അല്ലാഹു സമീഅൻ, അള്ളാഹ് അറിയും. അതിൽ ഒരു വാക്കുകൂടി പറഞ്ഞു അലീം. അലീം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ വല്ലതൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീമുൻ ബിനിയാത്തിക്കും വമസ്തറ അഖ്വാലിക്കും എന്നാണ്. പറഞ്ഞാൽ നമ്മൾ എന്തിനാണത് പറഞ്ഞത്? എന്താ നമ്മൾ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം അതല്ല എന്ന് നമ്മൾ കള പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹ്ക്ക് മനസ്സിലാവും, അള്ളാഹ് അറിയും. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മുടെ വാക്കുകളെ കേൾക്കുന്ന അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മിച്ചിട്ടായിരിക്കണം നാം മറ്റുള്ളവരെ കുറിച്ച് പറയേണ്ടത് എന്ന താക്കീത്. ഇനി അടുത്ത ആയത്ത്
എന്താണ്? ഇൻ തുബ്ദു ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തഅഫു അൻ സൂഅ്. ഇൻ തുബ്ദു ഖൈറൻ, നിങ്ങളൊരു നല്ല കാര്യം വെളിവാക്കുകയോ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ, നല്ല കാര്യം ഖൈർ എന്ന് പറഞ്ഞാൽ വഹാദ യശ്മുലു കുല്ല ഖൈറിൻ ഖൗലിയിൻ ഫഇലിൻ, നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഉള്ള ഏത് നന്മയും ഇതിൽ ഉൾപ്പെടും. അത് പ്രത്യക്ഷമായതും പരോക്ഷമായതും നിർബന്ധമായതും സുന്നത്തായതും നന്മ എന്ന് പറയാവുന്ന എല്ലാ കാര്യവും ഇതിൽ ഉൾപ്പെടും. അത് നിങ്ങൾ എന്താണ്? അത് വെളിവാക്കുകയോ പരസ്യപ്പെടുത്തുകയോ ഔ തുഖ്ഫൂഹു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് രഹസ്യമാക്കുകയോ ചെയ്താൽ, അത് മറച്ചു വെക്കുകയോ ചെയ്താൽ, ഒരു നന്മ നിങ്ങൾ പരസ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ രഹസ്യമാക്കുകയോ ചെയ്താൽ, രണ്ടായാലും, ഔ തഅഫു അൻ സൂഇൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തിന്മയെക്കുറിച്ച് നിങ്ങൾ മാപ്പ് നൽകുകയും ചെയ്യുന്ന പക്ഷം. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കടയും. നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ അത് അവൻ ഒരു നിലക്കും അതിന് വിട്ടുവീഴ്ച കൊടുക്കണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അവിടെ നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ പടച്ചോൻ വിചാരിച്ചാൽ എന്താവും എന്ന് ആലോചിച്ച. നമ്മളെ തെറ്റ് നിനക്കൊരിക്കലും അള്ള പുറത്തു തരൂല എന്ന് പറഞ്ഞപ്പോൾ അള്ളയിന് മറുപടി പറഞ്ഞത് എന്താണ്? ഞാൻ പൊറുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞത് നീ അല്ലല്ലോ, അതുകൊണ്ട് അവൻ്റെതൊക്കെ ഞാൻ പൊറുത്തു, പക്ഷെ നിന്റെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? പൊറുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തിനാണെങ്കിലും ഭാര്യക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും അയൽവാസികൾക്കാണെങ്കിലും ആരോടാണെങ്കിലും അവരത്ത് സംബന്ധിച്ചൊരു അബദ്ധം നമ്മളിങ്ങനെ കൊണ്ടിടക്കരുത്. അത് നമ്മൾ എന്ത് ചെയ്യണം? വേഗം ഒഴിവാക്കിക്കൊള്ളണം. കാരണം നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊക്കെ ഈ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ കോളേജിൽ നിന്നൊക്കെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ മനസ്സിലുണ്ടാകുന്ന ഒരു വിട്ട്, നമുക്കിപ്പോൾ ഒരു അധികാരവും കാര്യമൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ പോലെ അങ്ങനെയൊക്കെ ഇടങ്ങാറാക്കി, അതേമാതിരി പഠിച്ചോ നമ്മൾ ഇടങ്ങാറാക്കി എന്താ കാട്ടുകയെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് പേടി ഉണ്ടാകുക. അപ്പം നമുക്കൊരു പേടി തന്നെ കാരണം നമ്മളിത്തുണ്ടാകുന്നുണ്ടല്ലോ അബദ്ധങ്ങൾ, അതിനൊക്കെ അള്ള നമ്മളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ആവില്ലല്ലോ പഠിച്ചോ നമ്മളെ കൈകാര്യം ചെയ്താൽ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനം. ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വിട്ടുവീഴ്ച അല്ല കേട്ടോ, നമുക്ക് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാവുമ്പോഴും അത് ഒതുങ്ങി വരുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ അപമാനിക്കാനോ ചീത്ത പറയാനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? പോകരുത്. മനസ്സിലല്ലേ? നമുക്ക് പറ്റൂലെങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കാന്നല്ലാതെ ഒരാൾ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല എന്നല്ല. അപ്പൊ എന്താണ്? ഔ തഅഫു അൻ സൂഇൻ, അല്ലെങ്കിൽ എന്താണ്? ഒരു തിന്മയെക്കുറിച്ച് നിങ്ങൾ മാപ്പ് നൽകുകയോ ചെയ്യുന്ന പക്ഷം നിങ്ങൾ അറിഞ്ഞേക്കണം കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ ഒരു നന്മ പരസ്യമാക്കുകയോ അല്ലെങ്കിൽ ഒരു തിന്മ രഹസ്യമായി ചെയ്യുകയോ എങ്ങനെ ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്ത്? ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഫഇന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ എന്ന് പറയും. ഫഇന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, നമ്മുടെ പ്രവർത്തനത്തിന് തത്തുല്യമായിട്ടായിരിക്കും നമുക്കതിന് പ്രതിഫലം ലഭിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമ്മളെപ്പോഴും ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരാളെ അപമാനിച്ചാൽ നമ്മൾ അപമാനിക്കപ്പെടും, നമ്മളൊരാൾ സ്നേഹം കാണിച്ചാൽ നമ്മളോട് സ്നേഹം കാണിക്കപ്പെടും, നമ്മളൊരാളെ ഒരു പ്രതിസന്ധിയിൽ സഹായിച്ചാൽ നമ്മൾ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യും? സഹായിക്കപ്പെടും. എപ്പോഴും നമ്മൾ എന്ത് ഭയപ്പെടണം? തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജിൻസുൽ അമലാണ്. എങ്ങനെ ഇത് മനസ്സിലായത്? ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ, തീർച്ചയായും അള്ളാഹു അഫുവാണ്. അഫു പറഞ്ഞാൽ നമ്മളെന്താ ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്താ പറയാ? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ എന്നാണ്. ചില അഫുവ് എന്ന് പറയും, അഫുവല്ല, അഫുവ് അതൊരു നാമമാണ്. നീ എന്താണ്? അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണെന്നാണ്. അതന്നെയാണ് ഇത് അഫുവ്. ഖദീർ കഴിവുള്ളവനുമാകുന്നു എന്നാണ്. അള്ളാഹു എന്ത് ചെയ്യും? മാപ്പ് നൽകും. അപ്പൊ എന്താണ്? വമൻ അഫാലില്ല, അള്ളാഹുവിന് വേണ്ടി ഒരാൾ മാപ്പ് നൽകിയാൽ അഫല്ലാഹു അൻഹു, അള്ളാഹു അവന് മാപ്പ് നൽകും കേട്ടോ.
വമൻ അഹ്സന അഹ്സന അല്ലാഹു ഇലൈഹി. ഒരാൾക്ക് നമ്മൾ നന്മ ചെയ്തു കൊടുത്താൽ അള്ളാഹു നമുക്ക് നന്മ ചെയ്തു തരും. ഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ. യഅഫു അൻ സല്ലാത്ത്, നമ്മുടെ പിഴവുകൾ അള്ളാഹു വിട്ടു ചെയ്യും. ഇബാദഹു, തന്റെ അടിമക്ക്. ദുനൂബഹുമുൽ അദീമ, വലിയ തെറ്റുകളൊക്കെ. അങ്ങനെ ഫയസ്ദുലു അലൈഹിം സദ്, അങ്ങനെ ആ തിന്മകളെയൊക്കെ അള്ളാഹു മറച്ചു വെക്കും. മനസ്സിലല്ലേ? അപ്പോൾ അതിനുള്ള കഴിവ് അള്ളാഹുവിനാണ്. അള്ളാഹു അതിനെല്ലാത്തിനും കഴിവുള്ളവനാവുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത്, ഇവിടെ വഫി ആദിയിലായ ഇർഷാദു ഇല്ല തഫക്കുഹി ഫി മആനി അസ്മാ ഇല്ലാഹി വസിഫാത്തി. ഈ ആയത്തിൽ എന്തുണ്ട്? അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന ഒരു സൂചന ഈ ആയത്തിലുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും അള്ളാഹു പ്രയോഗിച്ചതും പറഞ്ഞതൊക്കെ അതിൻ്റെ കറക്റ്റ് സ്ഥാനത്താണ്. ഓരോ സംഗതികൾ പറഞ്ഞിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പം ഇങ്ങനെ തന്നെ നമ്മൾ നാമങ്ങൾ പഠിക്കേണ്ടതെന്നാണ്. അള്ളാഹിൻ്റെ നാമങ്ങളും പേരുകളും നമ്മൾ പഠിക്കുന്നത് ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മകൾക്ക് പ്രചോദനം നൽകാനും ഒക്കെ അതെന്തായിരിക്കും കാരണമായി തീരുന്നതാണ്. അപ്പോൾ അഫുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ അഫുവ് എന്നുള്ള വിശേഷണം പറഞ്ഞു. ശുക്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു ഷാക്കിറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് പറയുമ്പോൾ അള്ളാഹിൻ്റെ നാമങ്ങൾ നമ്മൾ അങ്ങനെ പഠിച്ച് മനസ്സിലാക്കൽ. അപ്പം അള്ളാഹിൻ്റെ നാമങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നത് എപ്പോഴാണ്? നമ്മളിലൊരു നന്മയുണ്ടാകാൻ വേണ്ടിയല്ലേ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളിൽ നന്മയുണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിഞ്ഞ് പഠിച്ച് ഉൾക്കൊള്ളണം എന്നാണ് ഈ ആയത്തുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ്. അപ്പോൾ അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനും സർവശക്തനുമാകുന്നു. ഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ.